അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് അതുകൂടെയൊക്കെ ചോദിച്ചെങ്കിൽ പോകാമേ. അപ്പോൾ 2025 ജനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പോയിന്റുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് പറയാം, 2024 ISROയുടെ 99ാമത് വിക്ഷേപണ വാഹനം ഏതാണ്? 2024 ISROയുടെ 99ാമത് വിക്ഷേപണ വാഹനം സ്പാഡക്സ്. അതെന്താണ്? അതിന്റെ സാറ്റലൈറ്റ് ആണ്. വാഹനം PSLV C60 60. ഓക്കെ, PSLV C60. അത് ഏതാണ് സാറ്റലൈറ്റ് എന്ന് വെച്ചാൽ സ്പേസ് എന്താണ്? സ്പാഡക്സ്. ക്ലിയർ? ഓക്കെ, എവിടെയാണ് വിക്ഷേപിച്ചത്? സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത്. ഓക്കെ, ഓർത്ത് വയ്ക്കാം. അപ്പൊ നിലവിലെ ISRO ചെയർമാൻ വി നാരായണൻ. എത്രാമത്തെ ISRO ചെയർമാൻ? 13ാമത്തെ ISRO ചെയർമാൻ. എത്രാമത്തെയാണ്? 13ാമത്തെ ISRO ചെയർമാൻ ആണ് ആര്? വി നാരായണൻ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ 100ാമത് ദൗത്യം NVS 02 വിക്ഷേപിച്ച വാഹനമാണെങ്കിൽ GSLV F-15 S-15. ഓർത്ത് വെച്ചാൽ GSLV F-15 F-15. ക്ലിയർ ആണോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യ കണ്ണാടി പാലം എവിടെയാണ്? കന്യാകുമാരി. എവിടെയാണ്? കന്യാകുമാരി. ഓക്കെ, അപ്പൊ കണ്ണാടി പാലം എവിടെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? തിരുവള്ളൂർ പ്രതിമയും വിവേകാനന്ദ പാറയും തിരുവള്ളൂർ പ്രതിമയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പാലം. ക്ലിയർ? അപ്പൊ ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. തമിഴ്നാട് ഗവർണർ RN രവി. തമിഴ്നാട് ഗവർണർ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോണം, RN രവി. ക്ലിയർ? മറന്നുപോയത്. ഓക്കെ, അടുത്ത 2024 ഡിസംബറിൽ നോറോ വൈറസ് റിപ്പോർട്ട് ചെയ്ത് എവിടെ? അമേരിക്ക. എവിടെയാണ്? അമേരിക്ക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എഴുതിയോ? അടുത്ത ചോദ്യം, 2025 18ാമത് പ്രവാസി ഭാരത് ദിവസ് എവിടെയാണ്? ഭുവനേശ്വർ. ഓക്കെ, ഓർത്ത് വയ്ക്കുക. 2025 18ാമത് പ്രവാസി ഭാരത് ദിവസ് എവിടെയാണ്? ഭുവനേശ്വർ. ഓക്കെ, ഓർത്ത് വയ്ക്കുക. 2025 നടന്ന എത്രാമത്തെ പ്രവാസി ഭാരത് ദിവസ്? 18ാമത്. എത്രയാണ്? 18ാമത് എവിടെയാണ്? ഭുവനേശ്വർ ഏത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ്? ഒഡീഷയുടെ തലസ്ഥാനമാണ്. ഭുവനേശ്വർ ഏത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനം? ഒഡീഷയുടെ തലസ്ഥാനമാണ്. അപ്പൊ ഒഡീഷയുടെ തലസ്ഥാനത്തിന് മുമ്പ് നേരത്തെ ഒറീസയുടെ തലസ്ഥാനം ഏതായിരുന്നു? കട്ടക്കായിരുന്നു. ഏതാണ്? കട്ടക്കാണ്. 1948 കട്ടക്ക് ഏതിലേക്ക് മാറ്റിയത്? ഭുവനേശ്വർ ആയിട്ട് മാറിയത് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ ഒറീസ ആയിരുന്നു ആദ്യത്തെ പേര്, നിലവിലെ പേരാണ് ഒഡീഷ. ക്ലിയർ? ഇത്രയും കാര്യം ഓർമ്മയുണ്ടോ? അങ്ങനെ 2025 18ാമത് പ്രവാസി ഭാരത് ദിവസിന്റെ മുഖ്യ അതിഥി ആരായിരുന്നു? ഒരു ചെറിയ 2 പേര് വരുന്നതാണ്. 2 പേര് വരുന്നതാണ്. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പ്രസിഡന്റ് ആണ് ക്രിസ്റ്റീന കാർല കങ്കലു. ഓർത്ത് വയ്ക്കുക, ക്രിസ്റ്റീന കാർല കങ്കലു. ടൊബാഗോയുടെ പ്രസിഡന്റ് ആണ് ക്രിസ്റ്റീന കാർല കങ്കലു എന്ന് ഓർത്ത് വയ്ക്കാം. കങ്കലു. ഓക്കെ, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ തലസ്ഥാനം ഏതാണ്? പോർട്ട് ഓഫ് സ്പെയിൻ. ക്ലിയർ? ഇങ്ങനെ പഠിച്ചു പോയുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ എല്ലാ എക്സാമിനും ഉപയോഗിക്കാൻ പറ്റും. LGC ആയിരുന്നാലും LDC ആയിരുന്നാലും ഏത് എക്സാമിനും ആണെങ്കിലും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് ഈ രീതിയിൽ പഠിച്ചു വന്നു. അപ്പോൾ നമ്മൾ ഒഡീഷയുടെ തലസ്ഥാനം പറഞ്ഞത് ഭുവനേശ്വർ പറഞ്ഞു. ഓക്കെ, അപ്പൊ ബിജു പട്നായിക് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബിജു പട്നായിക് ഒഡീഷയിലെ ഭുവനേശ്വറാണ്. ഓക്കെ, ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ബിജു പട്നായിക് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഒഡീഷയിലെ ഭുവനേശ്വറാണ്. ക്ലിയർ? അതുപോലെ തന്നെ കലിംഗ രാജകുമാരിയുടെ തലസ്ഥാനം എന്ന് അറിയപ്പെടുന്നത് ഭുവനേശ്വർ. കലിംഗ രാജകുമാരിയുടെ തലസ്ഥാനം ചോദിച്ചാൽ ഭുവനേശ്വർ ആണെന്ന് ഓർത്ത് വയ്ക്കുക. ക്ലിയർ? ഓക്കെ, അപ്പൊ നമ്മള് നിലവിലെ ഒഡീഷയുടെ മുഖ്യമന്ത്രി ഓർത്ത് വയ്ക്കൂ, മോഹൻ ചരൺ മാഞ്ചി. ഓക്കെ, മോഹൻ ചരൺ മാഞ്ചി. ക്ലിയർ? അപ്പൊ ഒഡീഷയുടെ നിലവിലെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ മോഹൻ ചരൺ മാഞ്ചി. അവരോട് പഠിക്കുക. ഒഡീഷയുടെ നിലവിലെ ഗവർണർ
ഒഡീഷയിലെ നിലവിലെ ഗവർണർ ഗണേഷി ലാൽ. ഒഡീഷയിലെ നിലവിലെ ഗവർണർ ആരെന്ന് വെച്ചാൽ ഗണേഷി ലാൽ. ഓക്കെ, എന്റെ കൂടെ കണക്ട് ചെയ്ത് പഠിക്കുക. അവിടെ ഒരു മേജർ പോർട്ട് ഉണ്ട്. ഒഡീഷയിലെ മേജർ പോർട്ടിന്റെ പേര് പാരദ്വീപ്. ഓക്കെ, ഓർത്ത് വയ്ക്കാം. ഒഡീഷയിലെ മേജർ പോർട്ടാണ് പാരദ്വീപ്. ക്ലിയർ? ഓക്കെ, ഇത്രയും കാര്യം ഓർമ്മയുണ്ടോ? അങ്ങനെയാണെങ്കിൽ പ്രവാസി ഭാരത് ദിവസ് ദിനം ജനുവരി 9. എന്താണ് ജനുവരി 9 ആഘോഷിക്കാനുള്ള കാരണം? 1915 ജനുവരി 9 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലെ തിരിച്ചെത്തിയ ദിവസമാണ് എന്തായിട്ട് ആചരിക്കുന്നത്? പ്രവാസി ഭാരത് ദിവസ് ആചരിക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞത് 2025 18ാമത് പ്രവാസി ഭാരത് ദിവസിന്റെ വേദി എവിടെയെന്ന് വെച്ചാൽ എവിടെയാണ്? ഭുവനേശ്വർ ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത് ഇന്ത്യ നേപ്പാൾ സൈനിക അഭ്യാസത്തിന്റെ പേര്. ഏതാ? ഇന്ത്യ നേപ്പാൾ സൈനിക അഭ്യാസത്തിന്റെ പേര് സൂര്യ കിരൺ. ഓക്കെ, അപ്പൊ 2025 നടന്നത് 18ാമത് ഇന്ത്യ നേപ്പാൾ സൈനിക അഭ്യാസമാണ്. അത് നടന്നത് നേപ്പാളിലെ സൽജണ്ടി. എവിടെയാണ്? നേപ്പാളിലെ സൽജണ്ടി. ക്ലിയർ? ഓർത്ത് വയ്ക്കുക. 18ാമത് എഡിഷൻ ആണ് ഇത് ഇന്ത്യ നേപ്പാൾ സൈനിക അഭ്യാസമായ സൂര്യകിരൺ നടന്നത്. എവിടെയെന്ന് ചോദിച്ചാൽ നേപ്പാളിലെ സൽജണ്ടി. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നേപ്പാളിന്റെ തലസ്ഥാനം. പറഞ്ഞോ, സിമ്പിൾ ചോദ്യമാണ്. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളെല്ലാം പഠിച്ചു വെക്കണം. എന്റെ തലസ്ഥാനങ്ങൾ പഠിക്കണം, എന്റെ കായിക വിനോദം പഠിക്കണം. നേപ്പാളിന്റെ തലസ്ഥാനം കാഠ്മണ്ഡു. നേപ്പാളിന്റെ തലസ്ഥാനം കാഠ്മണ്ഡു. ഓക്കെ, നേപ്പാളിന്റെ നിലവിലെ പ്രസിഡന്റ് രാംചന്ദ്ര പൗഡൽ. ക്ലിയർ? രാംചന്ദ്ര പൗഡൽ. പുറത്തേക്ക് നേപ്പാളിലെ നിലവിലെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ രാംചന്ദ്ര പൗഡൽ. അങ്ങനെ നേപ്പാളിന്റെ പ്രധാനമന്ത്രി പറഞ്ഞല്ലേ? KP ശർമ്മ ഒലി. നേപ്പാളിലെ നിലവിലെ പ്രധാനമന്ത്രി ആരെന്ന് വെച്ചാൽ KP ശർമ്മ ഒലി. പ്രസിഡന്റ് ആണെങ്കിൽ രാംചന്ദ്ര പൗഡൽ. ഓക്കെ, അപ്പൊ അതിൻ്റെ കൂടെ പഠിക്കുക. നേപ്പാളിനെ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. ഏറ്റവും മേളില് മാപ്പ് മനസ്സിൽ കാണണം. ഏറ്റവും മേളില് ഉത്തരാഖണ്ഡ്, അത് കഴിഞ്ഞ ഉത്തർപ്രദേശ്, അത് കഴിഞ്ഞ ബീഹാർ, അത് കഴിഞ്ഞ വെസ്റ്റ് ബംഗാൾ, ഏറ്റവും മേളില് മറ്റേ ചെറിയ സിക്കിം. ഓക്കെ, മനസ്സിൽ കാണണം. മാപ്പ് നമ്മുടെ മനസ്സിലായിട്ട് ഓടി വരണമെങ്കിൽ ഒരിക്കലും മറക്കില്ല. നേപ്പാളിന്റെ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, അത് കഴിഞ്ഞ ബീഹാർ, വെസ്റ്റ് ബംഗാൾ, അത് സിക്കിം. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. അപ്പൊ നേപ്പാൾ അതിർത്തി പങ്കിടുന്ന 2 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയും ചൈനയും. വടക്ക് ഭാഗത്ത് ചൈനയും തെക്ക് ഭാഗത്ത് ഇന്ത്യയും. ഓക്കെ, ഇത്രയും ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എങ്ങനെയാണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാൾ. അത് കണക്ട് ചെയ്ത് പറയുന്ന അന്നപൂർണ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് നേപ്പാൾ. അന്നപൂർണ കൊടുമുടി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബുദ്ധന്റെ ജന്മസ്ഥലമായ ലുംബിനി സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിന്. ഓക്കെ, സിമ്പിൾ ആയ ചോദ്യങ്ങളാണ്, LGS ചോദ്യങ്ങളാണ്. എന്നാലും ഓർത്ത് വയ്ക്കുക. ബുദ്ധന്റെ ജന്മസ്ഥലമായ ലുംബിനി സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാൽ നേപ്പാളാണ്. ഓക്കെ, അടുത്ത ചോദ്യങ്ങളിലേക്ക് പോവാം. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ ഓടുന്ന റോബോട്ട് സ്റ്റാർ വൺ. ഓക്കെ, ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ ഓടുന്ന റോബോട്ട് ഏതെന്ന് വെച്ചാൽ സ്റ്റാർ 1. ഓക്കെ, ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം പറയട്ടോ. പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ ആണവ നിലയം ചഷ്മ 5. ഓക്കെ, ഏതാണ്? ചഷ്മ 5. ഓക്കെ, പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ ആണവ നിലയം ഏതെന്ന് വെച്ചാൽ ചഷ്മ 5. ഓക്കെ, ഏത് രാജ്യത്തിന്റെ സഹായം? ചൈനയുടെ സഹായം. ഓക്കെ, ഓർത്ത് വയ്ക്കുക. ഏത് രാജ്യത്തിന്റെ സഹായം? ചൈനയുടെ സഹായം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഓപ്പറേഷൻ സിന്ദൂർ. എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ? എന്താണ്? പാകിസ്ഥാനിലെ ഇന്ത്യൻ അതിർത്തിയിൽ പാകിസ്ഥാൻ തീവ്രവാദ കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. അങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ധു. ഇറാനിലുള്ള ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവരുന്ന നടപടിയാണ് കേന്ദ്ര സർക്കാർ നടപടിയാണ് ഓപ്പറേഷൻ സിന്ധു. ഓക്കെ, 2 വേർഡ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. സിന്ദൂർ എന്ന് പറഞ്ഞാൽ ഏതാണ്? പാകിസ്ഥാനിൽ ആണെന്ന് ഓർക്കുക. സിന്ധു എന്താന്ന് ചോദിച്ചാൽ ഏതാണ്? ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ കൊണ്ടുവന്നത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, പാകിസ്ഥാന്റെ തലസ്ഥാനം ഇസ്ലാമാബാദ്. പാകിസ്ഥാന്റെ തലസ്ഥാനം ഏതാണ്? ഇസ്ലാമാബാദ്. അങ്ങനെ പാകിസ്ഥാൻ എന്ന വാക്കിനർത്ഥം പരിശുദ്ധിയുടെ നാട്. പാകിസ്ഥാന്റെ അർത്ഥം ചോദിച്ചാൽ പരിശുദ്ധിയുടെ നാട്. പാകിസ്ഥാന്റെ ഏറ്റവും വലിയ നഗരം കറാച്ചി. ഓക്കെ, മാറിപ്പോരുത്. പാകിസ്ഥാന്റെ തലസ്ഥാനം ചോദിച്ചാൽ ഇസ്ലാമാബാദും പാകിസ്ഥാന്റെ ഏറ്റവും വലിയ നഗരം ചോദിച്ചാൽ ഏതാണ്? കറാച്ചി ആണെന്ന് നോക്കി. പാകിസ്ഥാനെ ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യമുണ്ടോ? 2024 പാരീസ് ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടിയത് ആര് എന്നാണ് ചോദ്യം.
അർഷാദ് നദീം. അർഷാദ് നദീം ആരാണ്? അർഷാദ് നദീം. ഓർത്ത് വയ്ക്കാം. ജാവലിൻ ത്രോയിലാണ് ആര്? അർഷാദ് നദീം എന്ത് നേടിയത്? സ്വർണം നേടിയത്. ഓർത്ത് വയ്ക്കാം, മറന്നുപോയത്. അങ്ങനെയാണെങ്കിൽ വെള്ളി നേടിയത് നീരജ് ചോപ്ര. നീരജ് ചോപ്ര. ഓക്കെ, ജാവലിൻ ത്രോയിലാണെന്ന് ഓർത്ത് വയ്ക്കാം. ഈ പുള്ളിക്കാരന്റെ പേര് മറന്നുപോയത് അർഷാദ് നദീം എന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അർഷാദ് നദീം. ഓക്കെ, അടുത്ത ചോദ്യം. പാകിസ്ഥാന്റെ പ്രസിഡന്റ് പറഞ്ഞു, കുറച്ച് പറഞ്ഞു. ആസിഫ് അലി സർദാരി. ആസിഫ് അലി സർദാരി. ഓക്കെ, പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ആസിഫ് അലി സർദാരി. അങ്ങനെയാണ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. ഷഹബാസ് ഷെരീഫ്. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ആരാണ്? ഷഹബാസ് ഷെരീഫ്. അങ്ങനെയാണെങ്കിൽ ചൈനയാണ് സഹായിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചൈനയുടെ തലസ്ഥാനം ബീജിംഗ്. ചൈനയുടെ തലസ്ഥാനം ഏതാണ്? ബീജിംഗ്. അങ്ങനെയാണ് ചൈനയുടെ പ്രസിഡന്റ് ഷി ജിൻപിങ്. ഷി ജിൻപിങ്. ഓർത്ത് വയ്ക്കുക, ചൈനയുടെ പ്രസിഡന്റ് ആരാണ്? ഷി ജിൻപിങ്. അതിനോട് കണക്ട് ചെയ്ത ഒരു കറണ്ട് അഫയേഴ്സ് പഠിക്കുക. ചൈന പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ബുള്ളറ്റ് ട്രെയിൻ CR 450. CR 450. CR 450. 80 അല്ല 50. ക്ലിയർ ആണോ? ഓക്കെ, ബുള്ളറ്റ് ട്രെയിൻ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം പറയട്ടോ. ISROയുടെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെ? തൂത്തുക്കുടി. തൂത്തുക്കുടി. ഓക്കെ, കറക്റ്റ് സ്ഥലമാണെങ്കിൽ കുലശേഖര പട്ടണം എന്ന് ഓർത്ത് വയ്ക്കുക. തൂത്തുക്കുടിയിലെ കുലശേഖര പട്ടണം. ഓക്കെ, തൂത്തുക്കുടി എവിടെയാണ്? തമിഴ്നാട്. തൂത്തുക്കുടി തമിഴ്നാട്. ക്ലിയർ. എന്നാണ് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി? കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി അറിയാമോ? ജിതേന്ദ്ര സിംഗ്. ജിതേന്ദ്ര സിംഗ്. ഓക്കെ, കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ആരെന്ന് വെച്ചാൽ ജിതേന്ദ്ര സിംഗ്. ക്ലിയർ. ഓക്കെ, ഈ ISROയുടെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തറക്കല്ലിട്ടത് ആരാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ക്ലിയർ. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ അടുത്ത പ്രത്യേകത എന്താണ്? എന്താ പ്രത്യേകത? താഴെയുള്ള സാറ്റലൈറ്റ് മാത്രമേ ഇവിടെ നിന്ന് വിക്ഷേപിക്കാൻ പറ്റുള്ളൂ. 2027 ഇതിന്റെ പണി പൂർത്തിയാകുന്നത് കേട്ടോ. ഇതിന്റെ കൂടെ കണക്ട് ചെയ്ത് മനസ്സിൽ വെച്ചാൽ മതി. അപ്പൊ അത് കൊണ്ടുപോകുന്ന 500 കിലോമീറ്റർ താഴെയുള്ള ഉപകരണങ്ങൾ കൊണ്ടുപോകുന്ന വാഹനം ഏതാണ്? SSLV. എന്താണ് ഫുൾ ഫോം? SSLV സ്മാൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. സ്മാൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ഓക്കെ, എത്ര കിലോ താഴെയാണ്? 500 കിലോഗ്രാമിന് താഴെയുള്ളത്. ഓക്കെ, ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ അന്തർ സംസ്ഥാന ക്രൂയിസ് റൂട്ട് ആരംഭിക്കുന്നത് എവിടെയാണ്? മേഘനാഥ് കട്ടിനെയും അതുപോലെ സർജയും ബന്ധിപ്പിക്കുന്നു. മധ്യപ്രദേശിലാണ് മേഘനാഥ് കട്ടിനെയും സർജ ഓർത്ത് വെച്ചാൽ മതി. എവിടെയാണ്? മധ്യപ്രദേശാണ്. ഓക്കെ, അതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് മധ്യപ്രദേശ് കിട്ടിയാൽ നമ്മൾ അതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് പഠിക്കുക. മധ്യപ്രദേശിന്റെ തലസ്ഥാനം ഭോപ്പാൽ. മധ്യപ്രദേശിന്റെ തലസ്ഥാനം ചോദിച്ചാൽ ഭോപ്പാൽ. അങ്ങനെയാണ് മധ്യപ്രദേശിന്റെ നിലവിലെ CM മോഹൻ യാദവ്. ഓക്കെ, മധ്യപ്രദേശിന്റെ നിലവിലെ CM ആരെന്ന് ചോദിച്ചാൽ മോഹൻ യാദവ്. അപ്പൊ അതിലൂടെ കണക്ട് ചെയ്ത് പഠിക്കുക. വീണ്ടും ഗവർണർ നേരത്തെ കിട്ടിയതാണ് മംഗൂഭായ് സി പട്ടേൽ. ക്ലിയർ ആണോ? മംഗൂഭായ് സി പട്ടേൽ. ക്ലിയർ. 1968 ശേഷം ആദ്യമായി ഗയാന സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ആരാണ്? നരേന്ദ്രമോദി. ക്ലിയർ. അപ്പൊ ഗയാന കിട്ടി. ഗയാനയോട് കണക്ട് ചെയ്ത് പഠിക്കുക. ഗയാനയുടെ തലസ്ഥാനം ജോർജ് ടൗൺ. ഓക്കെ, ജോർജ് ഡൗൺ. ഓക്കെ, അപ്പൊ ഗയാനയില് എന്ത്? ജോർജ് തറയിൽ കിടന്നു ആലോചിച്ചാൽ മതി കേട്ടോ. ഗയാനയില് ജോർജ് തറയിൽ കിടന്നു എന്ന് ആലോചിക്കുക. ഗയാന ജോർജ് ഡൗൺ. ക്ലിയർ. അപ്പൊ ഗയാനയുടെ പ്രസിഡന്റ് ഇർഫാൻ അലി. ഗയാനയുടെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ഇർഫാൻ അലി. ക്ലിയർ. അങ്ങനെയാണെങ്കിൽ ഈ രാജ്യം ഏത് കോണ്ടിനെന്റിൽ വരുന്നതാണ്? ഗയാന സൗത്ത് അമേരിക്കൻ കോണ്ടിനെന്റിലാണ് ഏത് വരുന്നത്? ഗയാന വരുന്നത് എന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അടുത്ത് 17 വർഷത്തിനിടെ ആദ്യമായി നൈജീരിയ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ക്ലിയർ. അപ്പൊ അവിടെ നമുക്കൊരു രാജ്യം കിട്ടി. ഏതാണ്? നൈജീരിയ. അപ്പൊ നൈജീരിയയുടെ തലസ്ഥാനം അബുജ. നൈജീരിയയുടെ തലസ്ഥാനം ചോദിച്ചാൽ അബുജ. ക്ലിയർ. അങ്ങനെയുണ്ടെങ്കിൽ നൈജീരിയയുടെ പ്രസിഡന്റിനോട് പഠിക്കുക. നൈജീരിയയുടെ പ്രസിഡന്റ് ബോല ടിനുബു. ഓക്കെ, നൈജീരിയയുടെ പ്രസിഡന്റ് ആരെന്ന് വെച്ചാൽ ബോല ടിനുബു. നൈജീരിയ പ്രസിഡന്റ് ബോല ടിനുബു. ക്ലിയർ. ഓർത്ത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ 1992 ഇരു രാജ്യങ്ങളുടെ നയതന്ത്ര ബന്ധം സ്ഥാപിച്ച ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന രാജ്യമാണ് യുക്രൈൻ. ഓർത്ത് വെച്ചിരിക്കുക. 1992
രണ്ടിൽ ഇരു രാജ്യങ്ങൾ. അപ്പോൾ 2 പോയിന്റുകൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഇന്ത്യയും യുക്രൈനും തമ്മിൽ നയതന്ത്ര ബന്ധം ആരംഭിച്ച വർഷം ചോദിച്ചാൽ 1992. അപ്പോൾ 1992 നയതന്ത്ര ബന്ധം സ്ഥാപിച്ച ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന രാജ്യമാണ് ഏത്? യുക്രൈൻ. അതിന്റെ കൂടെ നമുക്ക് രാജ്യം കിട്ടി ഏത്? യുക്രൈൻ. യുക്രൈന്റെ തലസ്ഥാനം കീവ്. യുക്രൈന്റെ തലസ്ഥാനം ഏതാ വെച്ചാൽ കീവ്. യുക്രൈന്റെ തലസ്ഥാനം കീവ്. അങ്ങനെയാണെങ്കിൽ യുക്രൈന്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. വ്ളാഡിമിർ സെലൻസ്കി. ഇത് പഠിച്ചു വെച്ചോണം. കാരണം എന്ന് പറയുന്നത് ഇവർ തമ്മിലൊരു ചർച്ച നടന്നിട്ടുണ്ട്. അതായത് ആരൊക്കെ തമ്മിൽ? വ്ളാഡിമിർ സെലൻസ്കിയും ഡൊണാൾഡ് ട്രംപും തമ്മിലൊരു ചർച്ച നടന്നിട്ടുണ്ട്. ആ ചർച്ച വാർത്തകളിലൊക്കെ വന്നതാണ്. ഈ പുള്ളിക്കാരൻ ഈ ഡൊണാൾഡ് ട്രംപ് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ട് വാർത്തകളിൽ വന്നതാണ്. അതുകൊണ്ട് ഈ പോയിന്റ് എന്ത് ചെയ്യുന്നത് പഠിച്ചു വെക്കുക. ഇപ്പൊ യുക്രൈന്റെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? വ്ളാഡിമിർ സെലൻസ്കി. ഓക്കെ. യുക്രൈന്റെ തലസ്ഥാനം കീവ്. ഓക്കെ, മറന്നു പോരുത്. അടുത്ത ചോദ്യം. 45 വർഷത്തിനിടെ ആദ്യമായി പോളണ്ട് സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് ഒരു രാജ്യം കിട്ടിയത് പോളണ്ട്. പോളണ്ടിന്റെ തലസ്ഥാനം വാഴ്സ. പോളണ്ടിന്റെ തലസ്ഥാനം ഏതാണ്? വാഴ്സ. ഓക്കെ, വാഴ്സ. ക്ലിയർ? വാഴ്സ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ പോളണ്ടിന്റെ പ്രസിഡന്റ് ആൻഡ്രജെ ഡൂബ. ആൻഡ്രജെ ഡൂബ. ഓക്കെ, ഓർത്ത് വെക്കണം. പോളണ്ടിന്റെ തലസ്ഥാനം ഏതാണ്? വാഴ്സ. ഓക്കെ, പോളണ്ടിന്റെ പ്രസിഡന്റ് ആയിരുന്നാണ് ആൻഡ്രജെ ഡൂബ. ക്ലിയർ? അപ്പോൾ 41 വർഷത്തിൽ ആദ്യമായി ഓസ്ട്രിയ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി അതും നരേന്ദ്രമോദി തന്നെയാണ്. അപ്പൊ അതിൽ നിന്ന് കിട്ടി വീണ്ടും ഓസ്ട്രിയയുടെ തലസ്ഥാനം വിയന്ന. ഓസ്ട്രിയയുടെ തലസ്ഥാനമാണ് ഏത്? വിയന്ന. മാറിപ്പോരുത്. പോളണ്ടിന്റെ തലസ്ഥാനം വാഴ്സ. ഓക്കെ, ഓസ്ട്രിയയുടെ തലസ്ഥാനം ഓസ്ട്രിയ. ഓസ്ട്രിയയുടെ തലസ്ഥാനം വിയന്ന. മാറിപ്പോരുത്. ഓക്കെ, ക്ലിയർ ആണോ? അടുത്ത് നോക്കാം. അടുത്ത പോയിന്റ്. ഡൊമിനിക് അവാർഡ് ഓഫ് ഓണർ നൽകി മോഡിയെ ആദരിച്ച രാജ്യം അല്ല, അതിൽ തന്നെ ഉണ്ടല്ലോ ഡൊമിനിക്ക അവാർഡ് ഓഫ് ഓണർ നൽകി മോഡിയെ ആദരിച്ചത്. ഡൊമിനിക്ക. അതിൽ തന്നെ കിട്ടിയല്ലേ? ഉത്തരം കിട്ടിയില്ലേ? ഏതാണ്? ഡൊമിനിക്ക. ക്ലിയർ ആണോ? ഓക്കെ, ഡൊമിനിക്കയുടെ പ്രസിഡന്റ് അറിയാമോ? സിൽവാനി ബാർട്ടൺ. ഓർത്ത് വയ്ക്കുക, സിൽവാനി ബാർട്ടൺ. ഓക്കെ, അപ്പോ ഡൊമിനിക്കയുടെ തലസ്ഥാനം ഏതാണ്? നിങ്ങൾക്ക് അറിയാന്നുള്ള ആളിന്റെ പേരാണ് റൂസോ. ഓക്കെ, തലസ്ഥാനം എന്ന് വെച്ചാൽ ഏതാണ്? റൂസോ. ക്ലിയർ? അടുത്ത ചോദ്യം. റഷ്യയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂസ് ദി അപ്പോസ്തലൻ 2019 പ്രഖ്യാപിച്ചു കേട്ടോ. എന്താണ് റഷ്യയുടെ പരമോന്നത ബഹുമതി എന്ന് വെച്ചാൽ 2 പോയിന്റ് അതിൽ കിട്ടും. റഷ്യയുടെ പരമോന്നത ബഹുമതി എന്ന് വെച്ചാൽ ഏതാണ്? ഓർഡർ ഓഫ് ദി സെന്റ് ആൻഡ്രൂസ് ഓഫ് ദി അപ്പോസ്തലൻ. ക്ലിയർ? ഇത് 2019 പ്രഖ്യാപിച്ചു. 2024 കൊടുത്തിട്ടുണ്ട്. ആർക്കാ കൊടുത്തത്? നരേന്ദ്രമോദി. ആർക്കാണ് കൊടുത്തത്? നരേന്ദ്രമോദി. 2024 മോസ്കോയിൽ വെച്ച് കൊടുത്തു. അപ്പൊ അതിൽ നിന്ന് കിട്ടും മോസ്കോ. ഏതിന്റെ തലസ്ഥാനം? റഷ്യയുടെ തലസ്ഥാനമാണ് ഏത്? മോസ്കോ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ റഷ്യയുടെ നാണയം റൂബിൾ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. റഷ്യയുടെ നാണയം ഏതാന്ന് വെച്ചാൽ റൂബിൾ. അതിന്റെ കൂടെ കണക്ട് ചെയ്ത് പഠിക്കുക. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ആരാണ്? വ്ളാഡിമിർ പുടിൻ. ക്ലിയർ? മറന്നുപോയത്. ഓക്കെ, അപ്പൊ അടുത്ത പോയിന്റിലേക്ക് പോവാം. അടുത്ത പോയിന്റ്. 2024-25 78ാമത് സന്തോഷ് ട്രോഫി കിരീടം നേടിയത് ബംഗാൾ. അതിൽ നിന്ന് 2 കാര്യങ്ങൾ കിട്ടും. എത്രാമത്തെ സന്തോഷ് ട്രോഫിയാണ് 2024-25 കിട്ടിയത്? എത്രയാണ് നടന്നത്? എത്രയാണ്? 78ാമത്. അടുത്ത് കിട്ടുന്നത് സന്തോഷ് ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട ഏതാണ്? ക്രിക്കറ്റാ? ഫുട്ബോൾ. മാറിപ്പോയത്. കൺഫ്യൂഷൻ വരുന്നതാണ്. ഓക്കെ, 2 കാര്യങ്ങൾ. 2024-25 സന്തോഷ് ട്രോഫി കിരീടം നേടിയത്. 78ാമത് സന്തോഷ് ട്രോഫി നേടിയത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ബംഗാളാണ്. അപ്പൊ സന്തോഷ് ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഫുട്ബോള്. അങ്ങനെയാണെങ്കിൽ ചാരത്തിന് വേണ്ടി കളിക്കുന്നത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട്? ചാരം ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ചാരത്തിന് വേണ്ടി കളിക്കുന്നത് ആഷസ്. അതാണ് ചാരം. ഏതാണ്? ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട്. ക്രിക്കറ്റ് കേട്ടാ, ഓർത്ത് വയ്ക്കുക. ക്രിക്കറ്റ് ചോദിച്ചിട്ടുള്ളതാണ്. ചാരത്തിന് വേണ്ടി കളിക്കുന്നത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ആഷസ്. എന്താണ്? ക്രിക്കറ്റ്. ക്ലിയർ? ഓക്കെ, സന്തോഷ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ കിരീടം നേടിയതാണ് ഏത്? ബംഗാളാണ്. ഓർത്ത് വയ്ക്കുക. റണ്ണർ അപ്പ് ആയത്
കേരളം. റണ്ണറപ്പ് ആയത് ഏതാണ്? കേരളമാണെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം പറയട്ടോ. 2025 വനിതാ കബഡി വേൾഡ് കപ്പ് നേടിയത് ഈ വേദിയാണ്. വേദിയല്ല, വേദി എവിടെയാണ്? ഇന്ത്യ. ഇന്ത്യയിൽ എവിടെയാണ്? ബീഹാർ. ഇന്ത്യയിലെ ബീഹാർ ഓർത്ത് വയ്ക്കുക. ഇന്ത്യയിലെ ബീഹാർ. ക്ലിയർ. അടുത്ത ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് വി രാമസുബ്രഹ്മണ്യം. വി രാമസുബ്രഹ്മണ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആരെന്ന് ചോദിച്ചാൽ വി രാമസുബ്രഹ്മണ്യം. അങ്ങനെയാണെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം 1993 ഒക്ടോബർ 12. 1993 ഒക്ടോബർ 12. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 ഒക്ടോബർ ഡേറ്റുകൾ പഠിച്ചു. ഒക്ടോബർ 15 അതൊരു പോയിന്റ് ആണ്. അടുത്ത് ഡേറ്റ് പ്രത്യേകത പഠിച്ചത് ഒക്ടോബർ 15 സ്റ്റുഡൻസ് ഡേ. ഒക്ടോബർ 15 സ്റ്റുഡൻസ് ഡേ. ആരുടെ ജന്മദിനം? APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനം. ഒക്ടോബർ 16 പറയടേ. ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ ക്ഷീണത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. അതിനുള്ള ഭക്ഷ്യദിനം. ഒക്ടോബർ 16 ഭക്ഷ്യദിനം. ഒക്ടോബർ 16 ഭക്ഷ്യദിനം. ക്ലിയർ. ഓക്കെ. അപ്പൊ നമ്മൾ ഒക്ടോബർ 12 പറഞ്ഞത്. 1993 ഒക്ടോബർ 12 എന്ത് വന്നത്? മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ. മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരാൻ കാരണമായ നിയമം മനുഷ്യാവകാശ സംരക്ഷണ നിയമം. ഏത് വർഷം? 93. ഏത് വകുപ്പ് പ്രകാരം? 3-ാം വകുപ്പ് പ്രകാരം. ഓക്കെ. 1993 3-ാം വകുപ്പ് പ്രകാരമാണ് ഏത് വന്നത്? മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഓർത്തു വെക്കുക. ഓക്കെ. നിലവിൽ വന്ന വർഷം പറഞ്ഞു 1993 ഒക്ടോബർ 12. നേരത്തെ ഒക്ടോബർ 12 ഒക്ടോബർ 15 പറഞ്ഞ് കൺഫ്യൂഷൻ വന്നുകൊണ്ട് എന്തോ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതും കൂടെ ചേർത്ത് പറയുന്നു. 1956 ഒക്ടോബർ 15. 1956 ഒക്ടോബർ 15 എന്താണ്? കേരള സാഹിത്യ അക്കാദമി നിലവിൽ വന്ന വർഷം 1956 ഒക്ടോബർ 15. അതിൽ നിന്ന് കണക്ട് ചെയ്ത് നമ്മൾ ഒത്തിരി പോയിന്റുകൾ ആ സമയത്ത് ആ വീഡിയോയിൽ പറഞ്ഞത്. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാം. അപ്പൊ 93 ഏത് വകുപ്പ്? 3-ാമത്തെ വകുപ്പ്. ഏതാണ് നിയമം? മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ 3-ാം വകുപ്പ് പ്രകാരമാണ് ഏത് വന്നത്? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അഥവാ NHRC നിലവിൽ വന്നത് എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ. ക്ലിയർ. ഇപ്പൊ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 98 ഡിസംബർ 11. അതിൽ നിന്ന് കണക്ട് ചെയ്ത് വീണ്ടും ഡിസംബർ 11 പ്രത്യേകത പർവ്വത ദിനം. ഡിസംബർ 11 പർവ്വത ദിനം. ഡിസംബർ 1 അതിന്റെ 1 എടുത്ത് കളയുമ്പോൾ വീണ്ടും 1 ഡിസംബർ 1 എയ്ഡ്സ് ദിനം. ഡിസംബർ 1 എയ്ഡ്സ് ദിനം. ക്ലിയർ. അപ്പോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ്. മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കാരെന്ന് വെച്ചാൽ പ്രസിഡന്റ്. ക്ലിയർ. ഇത്രയും കാര്യം ഓർമ്മയുണ്ടോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ജിമ്മി കാർട്ടർ അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റ് ആയിരുന്നു? ഈ പുള്ളിക്കാരൻ തട്ടിപ്പോയി, അതുകൊണ്ട് ഓർത്ത് വയ്ക്കാം. 39ാമത്തെ പ്രസിഡന്റ്. ജിമ്മി കാർട്ടർ US-ന്റെ എത്രാമത്തെ പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ 39. അതിൽ നിന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ച സമാധാന നോബൽ കിട്ടിയ വർഷം? ജിമ്മി കാർട്ടറിന് സമാധാന നോബൽ കിട്ടിയ വർഷം 2002. ഓക്കെ. ജിമ്മി കാർട്ടറിന്റെ US പ്രസിഡന്റ് ആയിരുന്നു. ജിമ്മി കാർട്ടറിന് സമാധാന നോബൽ കിട്ടിയ വർഷം 2002. അങ്ങനെയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപ് എത്രാമത്തെ അമേരിക്കൻ പ്രസിഡന്റ്? 47ാമത്തെ അമേരിക്കൻ പ്രസിഡന്റ്. ഡൊണാൾഡ് ട്രംപ് എത്രാമത്തെ അമേരിക്കൻ പ്രസിഡന്റ്? 47ാമത്തെ അമേരിക്കൻ പ്രസിഡന്റ്. ക്ലിയർ ആണോ? ഈ അമേരിക്ക സ്ഥിതി ചെയ്യുന്ന ഏത് ഭൂഖണ്ഡത്തിലാണ്? അമേരിക്ക ഭൂഖണ്ഡത്തിൽ വടക്കേ അമേരിക്കയുണ്ട്, തെക്കേ അമേരിക്കയുണ്ട്. തെക്കേ അമേരിക്കയിലാണോ വടക്കേ അമേരിക്കയിലാണോ? വടക്കേ അമേരിക്കയിലാണ്. ഓർത്ത് വയ്ക്കണം. വടക്കേ അമേരിക്കയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? USA അമേരിക്ക സ്ഥിതി ചെയ്യുന്നത് എന്ന് ഓർത്ത് വയ്ക്കുക. അമേരിക്ക ചേരുന്ന എത്ര സംസ്ഥാനങ്ങൾ ചേർന്നാണ് അമേരിക്ക ഉണ്ടായിരിക്കുന്നത്? 50 സംസ്ഥാനങ്ങൾ ചേർന്നാണ് ഏത് ഉണ്ടായിരിക്കുന്നത്? അമേരിക്ക ഉണ്ടായിരിക്കുന്നത്. അതാണ് അമേരിക്കയുടെ ഫ്ലാഗില് എത്ര 50 നക്ഷത്രങ്ങളുണ്ട് എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ. അമേരിക്കയുടെ തലസ്ഥാനം വാഷിംഗ്ടൺ. അമേരിക്കയുടെ തലസ്ഥാനം വാഷിംഗ്ടൺ. ക്ലിയർ. ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വേദനയില്ലാതെ കുത്തിവയ്പ്പുകാർക്ക് സൂചിരഹിത ഷോക്ക് സിറിഞ്ചുകൾ വികസിപ്പിച്ച ഇതെവിടെ? IIT മുംബൈ. ക്ലിയർ. മറന്നു വരുന്നത്. വേദനയില്ലാതെ കുത്തിവയ്ക്കുന്നതിന് സൂചിരഹിത ഷോക്ക് സിറിഞ്ചുകൾ വികസിപ്പിച്ചത് എവിടെയെന്ന് വെച്ചാൽ IIT മുംബൈ ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ. അടുത്ത പോയിന്റ് പറയട്ടോ. അടുത്ത പോയിന്റ് 2024 ഡിസംബറിൽ 7 ഭൂഖണ്ഡങ്ങളെയും
ഏറ്റവും ഉയർന്ന കൊടുമുടികൾ കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടി എന്ന റെക്കോർഡ് നേടിയത് കാമ്യ കാർത്തികേയൻ. ഓർത്തു വയ്ക്കുക, എന്തൊക്കെയാ പറഞ്ഞതെന്ന് ഓർത്തു വയ്ക്കുക. 2024 ഡിസംബറിലാണ് 7 ഭൂഖണ്ഡങ്ങളെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടി എന്ന റെക്കോർഡാണ് ആര് നേടിയത്? കാമ്യ കാർത്തികേയൻ നേടിയത് എന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, എഴുതി കഴിഞ്ഞോ? അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയുടെ പുതിയ CAG സഞ്ജയ് മൂർത്തി. ഇന്ത്യയുടെ പുതിയ CAG ആണ് സഞ്ജയ് മൂർത്തി. ഓർത്തു വയ്ക്കുക, സഞ്ജയ് മൂർത്തി. അങ്ങനെയാണെങ്കിൽ CAG ഫുൾ ഫോം കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അതിന്റെ കൂടെ കണക്ട് ചെയ്ത് പഠിക്കുക. ഭരണഘടനയിലെ ഏത് വകുപ്പുകളാണ് CAG കുറിച്ച് പറയുന്നത്? 148 മുതൽ 51 വരെ. 151 വരെ. 148 മുതൽ 151 വരെയാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? ഭരണഘടനയിൽ CAG കുറിച്ച് പറയുന്നത് ചോദിച്ചാൽ ഏതാണ്? 148 മുതൽ 151 വരെ. ക്ലിയർ? ആരുടെ നിർദ്ദേശപ്രകാരമാണ് ആരാണ് നിയമിക്കുന്നത്? പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം ആര് നിയമിക്കുന്നു? രാഷ്ട്രപതി നിയമിക്കുന്നു. ഓർത്തു വയ്ക്കുക, പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതി ആരെ നിയമിക്കുന്നു? CAG നിയമിക്കുന്നു. ഓക്കെ, കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഓർത്തു വയ്ക്കുക, 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. അതിന്റെ കണക്ട് ചെയ്ത് പഠിക്കുക. ഇദ്ദേഹത്തിന്റെ ജോലി എന്താണ് എന്ന് പഠിക്കുക. എന്താണ്? സർക്കാരുകളുടെ വാർഷിക കണക്ക് കേട്ടോ കണക്കാക്കി എന്ത് ചെയ്യും? റിപ്പോർട്ട് തയ്യാറാക്കി പാർലമെന്റിൽ അവതരിപ്പിക്കും. ക്ലിയർ? ഇദ്ദേഹത്തിന്റെ ജോലിയാണ് ഇത്. സർക്കാരുകളുടെ വാർഷിക കണക്ക് തയ്യാറാക്കി എന്ത് ചെയ്ത് പാർലമെന്റിൽ അവതരിപ്പിക്കുകയാണ് ആരുടെ ജോലി? CAGയുടെ ജോലി. ക്ലിയർ? അല്ലെങ്കിൽ അദ്ദേഹത്തെ ഏത് രീതിയിലാണ് പുറത്താക്കാൻ കഴിയുന്നത്? ഇംപീച്ച്മെന്റ് പ്രവൃത്തിയിലൂടെ ആരെ പുറത്താക്കാൻ കഴിയുള്ളൂ? CAGയെ പുറത്താക്കാൻ കഴിയുള്ളൂ. ക്ലിയർ? ഇംപീച്ച്മെന്റിലൂടെ ആരെ പുറത്താക്കാൻ കഴിയുള്ളൂ? CAGയെ പുറത്താക്കാൻ കഴിയുള്ളൂ എന്ന് പഠിക്കുക. അതിന്റെ കൂടെ കണക്ട് ചെയ്ത് പഠിക്കുക. ആദ്യ CAG V. നരഹരി റാവു. ആദ്യ CAG ആരെന്ന് വെച്ചാൽ V. നരഹരി റാവു. ആദ്യ CAG ആണ് V. നരഹരി റാവു. ക്ലിയർ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? നിലവിലെ CAG ആണ് സഞ്ജയ് മൂർത്തി. ഏത് ആർട്ടിക്കിൾ? 148 മുതൽ 151 വരെ. ആദ്യ CAG നരഹരി റാവു. ആരുടെ നിർദ്ദേശപ്രകാരം ആരെ നിയമിക്കുന്നു? നിയമിക്കുന്നു. ഓക്കെ, കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഇദ്ദേഹത്തെ എങ്ങനെ നീക്കം ചെയ്യാൻ കഴിയുള്ളൂ? ഇംപീച്ച്മെന്റ്. ഇദ്ദേഹത്തിന്റെ പ്രധാന ജോലി എന്താണ്? സർക്കാരുകളുടെ വാർഷിക കണക്ക് തയ്യാറാക്കി റിപ്പോർട്ട് തയ്യാറാക്കി പാർലമെന്റിൽ അവതരിപ്പിക്കുന്നു. ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കേരള സർക്കാരിന്റെ 2025 ഹരിവരാസന പുരസ്കാര ജേതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. അതിന്റെ കൂടെ പഠിച്ചു വെക്കേണ്ടത് എത്രയാണ് സമ്മാന തുക? 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും. ഹരിവരാസന പുരസ്കാരം സംസ്ഥാന സർക്കാരാണ് നൽകുന്നത്. 2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആരെന്ന് വെച്ചാൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. എത്രയാണ് സമ്മാന തുക? 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും. അതിലൂടെ കണക്ട് ചെയ്ത് പഠിക്കുക. 2024 ഹരിവരാസന പുരസ്കാര ജേതാവ് അത് ചോദിക്കാം. തമിഴ് ഗായകനാണ് PK വീരമണിദാസൻ. 2024 ഹരിവരാസന പുരസ്കാരം നേടിയത് ആരാണ്? വീരമണിദാസൻ. PK വീരമണിദാസൻ. അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ് തമിഴ്നാട് ഗായകനാണ് ആര്? PK വീരമണിദാസൻ. ക്ലിയർ? അപ്പൊ അതിലൂടെ കണക്ട് ചെയ്ത് പഠിക്കുക. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് പത്മശ്രീ ലഭിച്ച വർഷം 2021. ഓക്കെ, പത്മശ്രീ ലഭിച്ച വർഷം 2021. ആർക്ക്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് പത്മശ്രീ ലഭിച്ച വർഷം ചോദിച്ചാൽ 2021. ക്ലിയർ? അടുത്ത പോയിന്റ് നോക്കാം. ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും പരിഭാഷം വിവർത്തനം ചെയ്ത വ്യക്തി KS മണിലാൽ. കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ. ചിലപ്പോൾ എക്സാമിന് ചിലപ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ എന്ന് എഴുതിയാൽ നമ്മൾ അന്ന് വിട്ട് കുന്ന് മെഴുകിയിരിക്കും. അപ്പോൾ അവിടെ ഓർത്ത് വയ്ക്കുക. കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാലാണ് എന്ത്? KS മണിലാൽ. മുമ്പ് ഓർമ്മയുണ്ടാവുമെന്ന് അറിയില്ല. ഈ നമ്മുടെ ചിഹ്നം ഉണ്ടല്ലോ,
അതായത് പുതിയ ചിഹ്നം, ആ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് എന്ന് ചോദിച്ചിട്ട് ഓപ്ഷനിൽ എ ഉദയകുമാർ, ബി ഉദയകുമാർ, ഡി ഉദയകുമാർ ഇങ്ങനെ ചോദിച്ചിരുന്നു. ആരാണ്? ഡി ഉദയകുമാറാണ് കേട്ടോ. അതുപോലെ എന്തെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓർത്തേക്കാം, കൊടുങ്ങല്ലൂർ സുബ്രഹ്മണ്യം എന്താണ് മണിലാലാണ് ഇത് KS മണിലാൽ. കാട്ടുങ്കൽ സുബ്രഹ്മണ്യം മണിലാലാണ് ഏത് KS മണിലാൽ എന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ. ഇംഗ്ലീഷ് പതിപ്പ് പുറത്തിറങ്ങിയ വർഷം 2003, മലയാളം പതിപ്പ് പുറത്തിറങ്ങിയ വർഷം 2008 എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി. ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ച വർഷം കൂടെ ഓർക്കുക, 2020. ഓക്കെ, പത്മശ്രീ ലഭിച്ചത് KS മണിലാൽ അഥവാ കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാലിന് പത്മശ്രീ ലഭിച്ച വർഷം ഏതാണ്? 2020 എന്ന് ഓർത്തു വയ്ക്കുക. കാരണം എക്സാമിന് ചോദിക്കാം. ഇദ്ദേഹം മരിച്ചുപോയി, അതുകൊണ്ടാണ് ഈ ചോദ്യം കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് എന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്നൊരു സാധനം കിട്ടിയിട്ടുണ്ട്. ഏത് കിട്ടി? ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് എഴുതപ്പെട്ട ഭാഷ ലാറ്റിൻ ഭാഷ. ആരാണ് എഴുതിയത്? വാൻഡ്രീഡ്. ആരായിരുന്നു? കൊച്ചിയിലെ ഡച്ച് ഗവർണർ ആയിരുന്നു. ആര്? വാൻഡ്രീഡ്. ക്ലിയർ? ഓർത്തു വയ്ക്കുക. കൊച്ചിയിലെ ഡച്ച് ഗവർണർ ആയിരുന്നു ആര്? ഹെൻട്രിക് ആൻഡ്രിയൻ വാൻഡ്രീഡ്. ഓക്കെ, ഹെൻട്രിക് ആൻഡ്രിയൻ വാൻഡ്രീഡ്. ക്ലിയർ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹോർത്തൂസ് എന്ന വാക്കിന്, ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിനർത്ഥം മലബാറിലെ പൂന്തോട്ടം അല്ലെങ്കിൽ മലബാറിന്റെ ഉദ്യാനം. ക്ലിയർ? എത്ര വാല്യങ്ങളിൽ പുറത്തിറങ്ങി? 12 വാല്യം. എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്? ആംസ്റ്റർഡാം. ഓക്കെ, എവിടെയാണ്? നെതർലാൻഡിലെ ആംസ്റ്റർഡാം. മറന്നു പോരുതോ, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. നെതർലാൻഡിലെ ആംസ്റ്റർഡാം. ഓക്കെ, എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? കേരളത്തിലെ സസ്യ സംരക്ഷണത്തെ കുറിച്ച്, അല്ലെ സസ്യങ്ങളെ കുറിച്ച്, സസ്യ സമ്പത്തിനെ കുറിച്ചാണ് എന്ത് പ്രതിപാദിക്കുന്നത്? ഹോർത്തൂസ് മലബാറിക്കസ് പ്രതിപാദിക്കുന്നത്. ഇതിനെ സഹായിച്ച ഈഴവ വൈദ്യൻ ഇട്ടി അച്യുതൻ. പ്രീവിയസ് ചോദ്യമാണ്. ഏതാണ്? ഇട്ടി അച്യുതൻ. ക്ലിയർ? മറന്നു വരുന്നത്. ഇട്ടി അച്യുതൻ. കൊല്ലാട്ട് ഇട്ടി അച്യുതൻ എന്നാണ് ഫുൾ നെയിം. ഈ കൊല്ലാട്ട് ഇട്ടി അച്യുതൻ. ഓക്കെ, ഇദ്ദേഹത്തെ സഹായിച്ച തദ്ദേശീയ ബ്രാഹ്മണരായ പണ്ഡിതരാരൊക്കെയാണ്? അപ്പുഭട്ട്, രംഗഭട്ട്, വിനായകഭട്ട്. അപ്പുഭട്ട്, രംഗഭട്ട്, വിനായകഭട്ട്. ക്ലിയർ? ഇദ്ദേഹത്തെ സഹായിച്ച ഒരു ഇറ്റാലിയക്കാരനുണ്ട്, ഇറ്റാലിയൻ, മാത്യൂസ്. ആരാണ്? മാത്യൂസ്. ആരെ സഹായിച്ച? വാൻഡ്രീഡിനെ സഹായിച്ച ഇറ്റാലിയക്കാരനാണ് ആര്? മാത്യൂസ് ആണെന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, 2025 ഏത് വർഷമായിട്ടാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം പ്രഖ്യാപിച്ചത്? പരിഷ്കാരങ്ങളുടെ വർഷം. ഏതാണ്? പരിഷ്കാരങ്ങളുടെ വർഷം. ക്ലിയർ? 2025 ഏത് വർഷമായിട്ടാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചാൽ ഏതാണ്? പരിഷ്കാരങ്ങളുടെ വർഷം. ഏതാണ്? പരിഷ്കാരങ്ങളുടെ വർഷം. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ്. കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? രാജ്നാഥ് സിംഗ്. ക്ലിയർ? അങ്ങനെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി, ഹോം മിനിസ്റ്റർ, സെൻട്രൽ ഹോം മിനിസ്റ്റർ. പറയടേ, പ്രധാനമന്ത്രിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അമിത് ഷാ. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷാ. സിമ്പിൾ ചോദ്യമാണ്, ഉത്തരം കിട്ടുന്നില്ല. ഓർത്തേക്ക് ഏതാണ്? അമിത് ഷാ. ക്ലിയർ? ഇന്ത്യയുടെ നിലവിലെ സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ. ഓക്കെ, ഇന്ത്യയുടെ നിലവിലെ സംയുക്ത സൈനിക മേധാവി ആരെന്ന് വെച്ചാൽ അനിൽ ചൗഹാൻ. നിയമിക്കുന്ന ആരാണ് സംയുക്ത സൈനിക മേധാവിയെ? രാഷ്ട്രപതി. ആരാണ്? രാഷ്ട്രപതി. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഏതാണോ ആദ്യം അതാണ് കണക്കാക്കുന്നത്. ഓക്കെ, കാലാവധി ഏതാണ്? 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഓക്കെ, നിലവിലെ ഇന്ത്യയുടെ സംയുക്ത സൈനിക മേധാവിയാണ് അനിൽ ചൗഹാൻ. ഓക്കെ, നിയമിക്കുന്ന ആരെന്ന് വെച്ചാൽ പ്രസിഡന്റ്. ക്ലിയർ? കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും മുതിർന്ന യൂണിഫോം സൈനിക ഉദ്യോഗസ്ഥനാണ് ഇത്, സൈനിക ഉപദേശകനാണ് ഇത് സംയുക്ത സൈനിക മേധാവി എന്ന് ഓർത്തു വയ്ക്കുക. ഇത് നിലവിലെ ഈ തസ്തിക സൃഷ്ടിക്കപ്പെട്ട വർഷം അറിയാമോ? 2019. 2019 ജനുവരിയിലാണ് ഈ തസ്തിക സൃഷ്ടിക്കുന്നത്. ആര് എന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിൽ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം. ഇന്ത്യയുടെ ക്യാബിനറ്റ് സുരക്ഷാ കമ്മിറ്റിയാണ് ഏത് തസ്തിക സൃഷ്ടിക്കുന്നത്? സംയുക്ത സേനാ മേധാവി എന്ന തസ്തിക സൃഷ്ടിക്കുന്നത്. ഇപ്പൊ ഇതിനകത്ത് ചോദിക്കാം, സംയുക്ത സേനാ മേധാവി എന്ന തസ്തിക സൃഷ്ടിക്കപ്പെട്ട വർഷം
2019 ജനുവരി 1. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ആയിരിക്കും. 2019 ജനുവരി 1 ഇത് സംയുക്ത സേനാ മേധാവി എന്ന തസ്തിക സൃഷ്ടിച്ചത്. ഇതിന്റെ താഴെ രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെ ആയിരിക്കും. രണ്ടാമത്തെ പോയിന്റ് ഇങ്ങനെ ആയിരിക്കും. ഇന്ത്യയുടെ ക്യാബിനറ്റ് സുരക്ഷാ കമ്മിറ്റിയാണ് ഏത് സംയുക്ത സേനാ മേധാവി എന്ന പോസ്റ്റ് കൊണ്ടുവന്നത്. അടുത്ത മൂന്നാമത്തെ പോയിന്റ് ഇങ്ങനെ ആയിരിക്കും. ആദ്യത്തെ സംയുക്ത സൈനിക മേധാവി ആര്? ഓർമ്മയുണ്ടോ? ബിപിൻ റാവത്ത് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത സൈനിക മേധാവി. ഓക്കെ, 3 ഓപ്ഷനായി. 4ാമത്തെ ഓപ്ഷൻ ചിലപ്പോൾ മാറ്റി ചോദിക്കാം. എങ്ങനെ ചോദിക്കാം? എന്താ, ഒരു 5ാമത്തെ സൈനിക മേധാവി ഇന്ന ആളായിരുന്നു എന്ന് അങ്ങനെയാണ് ചോദിക്കാം കേട്ടോ. അപ്പോൾ മാറ്റി ചോദിച്ചാൽ ഓപ്ഷനിൽ ഇങ്ങനെ ആയിരിക്കും. എയും ബിയും കറക്റ്റ്, എയും ബിയും സിയും കറക്റ്റ്, എല്ലാം ശരി, അങ്ങനെ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് ഓർത്ത് വയ്ക്കാം. 2019 ജനുവരി 1 ഏത് സംയുക്ത സേനാ മേധാവി എന്ന തസ്തിക സൃഷ്ടിക്കുന്ന ആരെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ക്യാബിനറ്റ് സുരക്ഷാ കമ്മിറ്റി. എന്റെ ഷോർട്ട് ഫോം ആണ് CCS കേട്ടോ, ഓർത്ത് വയ്ക്കാം. CCS. ആദ്യ സൈനിക മേധാവിയാണ് എന്ത് മേധാവി? സംയുക്ത സൈനിക മേധാവിയാണ് ബിപിൻ റാവത്ത്. ഓക്കെ, അതിന്റെ കൂടെ കണക്ട് ചെയ്ത് പഠിക്കുക. ഇന്ത്യയുടെ കരസേനാ മേധാവി നിലവിലെ ഇന്ത്യയുടെ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ജനറൽ ഉപേന്ദ്ര ദ്വിവേദി കരസേന മേധാവിയാണ് എന്ത് വന്നത്? ജനറൽ എന്നത്. ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഓക്കെ, ഇന്ത്യൻ നാവികസേനാ മേധാവി ത്രിപാഠി. ഓക്കെ, കുമാർ ത്രിപാഠി. ഓക്കെ, അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി എന്നാണ് കേട്ടോ. അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി എന്നാണ് ഓർത്ത് വയ്ക്കാം. അടുത്ത് അതിന്റെ കൂടെ കണക്ട് ചെയ്ത് വീണ്ടും പഠിക്കുക. ഇന്ത്യൻ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ്. ഓക്കെ, എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ്. ഓക്കെ ആണോ? അടുത്ത പോയിന്റിലേക്ക് പോവാം. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന ആരംഭിച്ച വർഷം 2016 കേട്ടോ. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന ആരംഭിച്ച വർഷം ചോദിച്ചാൽ 2016. ഇതിന്റെ കറണ്ട് അഫയേഴ്സുമായി റിലേറ്റ് ചെയ്ത് വരുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഇതിന്റെ കാലാവധി 2026 വരെ നീട്ടി. ഓക്കെ, പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയുടെ കാലാവധി എത്ര വർഷം വരെ നീട്ടി? 2026 വരെ നീട്ടി എന്ന് ഓർത്ത് വയ്ക്കുക. ആരംഭിച്ച വർഷം ചോദിച്ചാൽ 2016. 2026 2 കട്ട് ചെയ്ത് 1 ആക്കി കൊടുത്ത ആ കാലത്തിലാണ് എന്ത് വന്നത്? നിലവിൽ വന്നത് 2016 നിലവിൽ വന്നു. 2026 വരെ നീട്ടി എന്നുകൂടി ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കേരളത്തിലെ ആദ്യ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്ന എവിടെ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് എവിടെയെന്ന് വെച്ചാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. അതിന്റെ കൂടെ കണക്ട് ചെയ്ത് പഠിക്കുക. കേരളത്തിലെ നിലവിലെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി ചോദിച്ചാൽ വീണ ജോർജ്. അങ്ങനെ കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി ജഗത് പ്രകാശ് നഡ്ഡ. ക്ലിയർ? കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി ജഗത് പ്രകാശ് നഡ്ഡ. ഓക്കെ, അതിന്റെ കൂടെ കണക്ട് ചെയ്ത് പഠിക്കുക. കേരളത്തിലെ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ്. കേരളത്തിലെ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ആരെന്ന് ചോദിച്ചാൽ വീണ ജോർജ്. അതിനെ കണക്ട് ചെയ്ത് വീണ്ടും അങ്ങ് കേന്ദ്രത്തിലേക്ക് പോവാ. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി ആരെന്ന് ചോദിച്ചാൽ അന്നപൂർണ ദേവി. മാറിപ്പോകാൻ സാധ്യതയുള്ള ചോദ്യമാണ്. കേന്ദ്രത്തിലെ 2 തസ്തികകളുണ്ട്. ഒന്ന് കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അന്നപൂർണ ദേവിയും. ആരോഗ്യവകുപ്പ് മന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ജഗത് പ്രകാശ് നഡ്ഡയാണ്. കേരളത്തിൽ വരുമ്പോൾ 2 കൂടെ കൈകാര്യം ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ആര്? വീണ ജോർജ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെ ഒരു കുടക്കീഴിലാക്കാൻ വേണ്ടി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന ആപ്ലിക്കേഷനാണ് ഏത്? കെ സ്മാർട്ട്. അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് പറയുന്നത്? അതാണ് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ക്ലിയർ? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രസിഡന്റ് ആവാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? ഒരു പ്രസിഡന്റ് ആവാനുള്ള? ഇന്ത്യൻ പ്രസിഡന്റ് അല്ല, ഈ ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റ് ആവാനുള്ള പറഞ്ഞോ 21 വയസ്സ്. എത്രയാണ്? 21. പഞ്ചായത്ത് പ്രസിഡന്റ് ആവാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം ചോദിച്ചാൽ 21 വയസ്സ്. എന്നാൽ വോട്ട് ചെയ്യാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 18 വയസ്സ്. ഓക്കെ, വോട്ട് ചെയ്യാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം ചോദിച്ചാൽ 18 വയസ്സ്. അങ്ങനെയാണെങ്കിൽ MLA ആകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം
25 വയസ്സ്. 25 വയസ്സ്. MLA ആകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 25 വയസ്സ്. മാറിപ്പോരുത്. MLA ആവാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 25 വയസ്സ്. മുഖ്യമന്ത്രി ആവാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം അതെങ്ങനെയാണ്? MLA ആണെങ്കിൽ പിന്നെ ആ പുള്ളിക്ക് 25 വയസ്സ് കേട്ടോ. മുഖ്യമന്ത്രി ആവാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 25 വയസ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി ആകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 25 വയസ്സ്. ലോക്സഭ MP ആവാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 25 വയസ്സ്. ലോക്സഭ MP ആകുന്ന ആളിന് പ്രധാനമന്ത്രി ആയിക്കൂടെ? അപ്പൊ 25 വയസ്സാണ് ഏത് ലോക്സഭ MP ആവാനുള്ള പ്രായം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രാജ്യസഭ MP ആവാനുള്ള പ്രായം 30 വയസ്സ്. രാജ്യസഭ MP ആവാനുള്ള പ്രായം 30 വയസ്സ്. ക്ലിയർ? മാറിപ്പോരുത്. അങ്ങനെയാണെങ്കിൽ പ്രസിഡന്റ് ആവാനുള്ള പ്രായം 35 വയസ്സ്. ഓക്കെ, ഓർത്ത് വയ്ക്കുക. പ്രസിഡന്റ് ആവാനുള്ള പ്രായം 35 വയസ്സ്. ഗവർണർ ആവാനുള്ള പ്രായം ഏറ്റവും കുറഞ്ഞ പ്രായം 35 വയസ്സ്. ഗവർണർ ആവാനോട് എത്രയാണ്? 35. ക്ലിയർ? ഒന്നുകൂടെ ഓർത്ത് വയ്ക്കുക. വോട്ട് ചെയ്യാനുള്ള പ്രായം 18 വയസ്സ്. വോട്ട് ചെയ്താൽ അടുത്ത് എന്ത് ചെയ്യാൻ പറ്റും? പഞ്ചായത്ത് പ്രസിഡന്റ് ആകാം. പഞ്ചായത്ത് പ്രസിഡന്റ് ആവാനുള്ള പ്രായം ചോദിച്ചാൽ 21 വയസ്സ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും അടുത്ത സ്ഥാനത്തിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയി കുറച്ച് ഫേമസ് ആകുമ്പോൾ അടുത്ത സ്ഥാനത്തിലേക്ക് പോകും. ആര്? MLA ആവും. MLA ആവാനുള്ള പ്രായം 25 വയസ്സ്. MLA ആയി കുറച്ച് പ്രചാരമൊക്കെ വന്ന് ജനങ്ങൾക്കിടയിൽ പ്രചാരം വരുമ്പോൾ ആര് ആ പുള്ളിയെ പിടിച്ച് MLA പിടിച്ച് എന്താക്കും? മുഖ്യമന്ത്രിയാക്കും. മുഖ്യമന്ത്രിയാക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 25 വയസ്സ്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ആയ ഉടനെ ഇത്തിരി പ്രചാരമൊക്കെ വന്നപ്പോൾ കുറച്ച് സംസ്ഥാനത്ത് മൊത്തം അറിഞ്ഞപ്പെട്ട് വന്നപ്പോൾ ഒരു സ്ഥലത്ത് ഒരു മണ്ഡലത്തിൽ പിടിച്ച് എന്താക്കും? ലോക്സഭ MP ആയിട്ട് മത്സരിപ്പിക്കും. ലോക്സഭ MP ആവാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 25 വയസ്സ് തന്നെയാണ്. 25 വയസ്സായ ഈ പുള്ളിക്ക് തന്നെ ലോക്സഭ MP ചെന്നപ്പോൾ അവിടുത്തെ ലോക്സഭ MP എല്ലാവരും കൂടെ ചേർന്ന് ഈ പുള്ളി എന്താക്കും? പ്രധാനമന്ത്രിയാക്കും. പ്രധാനമന്ത്രിയാകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 25 വയസ്സ്. ഓക്കെ, പ്രധാനമന്ത്രിയാകാൻ 25 വയസ്സ്. അങ്ങനെയാണെങ്കിൽ ആ പുള്ളി പറയണേ എനിക്ക് അടുത്ത പ്രാവശ്യം ഏതിൽ മതി? ലോക്സഭ വേണ്ട, രാജ്യസഭയിലേക്ക് മതി. രാജ്യസഭയിലേക്ക് പോകണമെങ്കിൽ പുള്ളി എത്ര വർഷം കൊണ്ട് കാത്തിരിക്കണം? 5 വർഷം കൊണ്ട് കാത്തിരിക്കണം. അപ്പൊ രാജ്യസഭ MP ആവാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 30 വയസ്സ്. അപ്പൊ രാജ്യസഭ MP ആയിക്കൊണ്ടിരുന്ന പുള്ളിക്ക് തോന്നി അങ്ങനെ വിട്ടാൻ പറ്റത്തില്ല, എനിക്ക് എന്താവണം? ഒന്നുകിൽ പ്രസിഡന്റ് ആവണം അല്ലെങ്കിൽ ഗവർണർ ആവണം തോന്നി. അപ്പൊ ഗവർണർ അല്ലെങ്കിൽ പ്രസിഡന്റ് ആവാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 35 വയസ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? മറന്നുപോകില്ലല്ലോ. ഒരു പോയിന്റോടെ പറഞ്ഞ് നമുക്ക് നിർത്താം. സ്മാർട്ടിന്റെ ഫുൾ ഫോം എന്താണ്? കേരള സൊല്യൂഷൻ ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. ഓർത്ത് വെക്കണം, എക്സാമിന് ചോദിക്കാം. ഓക്കെ, ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ ആയിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത്. കേരള സൊല്യൂഷൻ ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. കേരള സൊല്യൂഷൻ ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, പദ്ധതി തുടക്കം കുറിച്ച് 2024 ജനുവരി 1-നാണ്. 2024 ജനുവരി 1-നാണ്. ഓർത്ത് വയ്ക്കുക. ഒരു ചോദ്യം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. കാന്തങ്ങളാൽ നിർമ്മിക്കപ്പെടുന്ന രക്തചംക്രമണ വ്യവസ്ഥയുടെ സഞ്ചരിച്ചുകൊണ്ട്, കാന്തങ്ങളാൽ നിർമ്മിച്ച സാധനമാണ് ഇത്. രക്തസംക്രമണ വ്യവസ്ഥയുടെ സഞ്ചരിച്ചുകൊണ്ട് അതിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന കുഞ്ഞൻ റോബോട്ട് വികസിപ്പിച്ചത് ആരെന്നാണ് ചോദ്യം. അറിയാമോ? സ്കോട്ട്ലൻഡിലെ എഡിൻബർഗ് സർവകലാശാല ശാസ്ത്രജ്ഞരാണ് കേട്ടോ. അപ്പോൾ 2 കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടും. എഡിൻബർഗ് സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാൽ സ്കോട്ട്ലൻഡ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ എന്താണ് കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ എന്താണ്? രക്തചംക്രമണ വ്യവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന കാന്തങ്ങളാൽ നിർമ്മിക്കപ്പെട്ട എന്താണ്? കുഞ്ഞൻ റോബോട്ട്. ഓക്കെ, കുഞ്ഞൻ റോബോട്ട് നിർമ്മിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ എഡിൻബർഗ് സർവകലാശാലയുടെ ശാസ്ത്രജ്ഞർ ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, മറന്നു പോകരുത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ GK വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, സി യു.